അന്ന് കണ്ടപ്പോൾ തന്നെ എന്നെ വിറപ്പിച്ച മുതൽ. എന്നാലും ഇവരെങ്ങനെ അവിടെ എത്തി? ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കി ഉറപ്പ് വരുത്തി. ശരിയാ, ഇത് ആ ആൻറ്റി തന്നെയാ. പവിയേട്ടൻ എന്തോ പറഞ്ഞ് അങ്ങോട്ട് പോയി. മോൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആൻറ്റി എന്നോട് ചോദിച്ചു. അത് ഞാനും അമ്മയും ഒരു അനിയത്തിയുമാണുള്ളത്, ഞാൻ പറഞ്ഞു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ആ ആൻറ്റി വീടിൻ്റെ അകത്തേക്ക് പോയി. ഞാൻ വേഗം അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. ബൈക്ക് ഒരു സൈഡിൽ നിർത്തി ഫോൺ എടുത്ത് ശോഭേച്ചിക്ക് വിളിച്ചു. ആദ്യ റിങ്ങിൽ ശോഭേച്ചി കോൾ എടുത്തില്ല. ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോൾ ശോഭേച്ചി കോൾ എടുത്തു. ഹലോ, എന്താടാ വിളിച്ചേ? ശോഭേച്ചി ചോദിച്ചു. അത് പിന്നെ രാജേട്ടൻ്റെ ഫോണിലുള്ള ഫോട്ടോസൊക്കെ എനിക്കൊന്ന് അയച്ചു തരുമോ? ഏത് ഫോട്ടോസ്? അത് ചേച്ചി, ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടില്ലേ, അതിലെ ഫോട്ടോസ്. എടാ, അത് രാജേട്ടൻ്റെ ഫോണിലല്ലേ, അത് ഞാനിപ്പോൾ എങ്ങനെ നിനക്ക് അഴക്കുക? അല്ല ചേച്ചി, അന്ന് നോക്കിയപ്പോൾ ചേച്ചിയുടെ ഫോട്ടോസ് അല്ലാതെ വേറെ കുറേ പെണ്ണുങ്ങളുടെ ഫോട്ടോസ് ആ ഗ്രൂപ്പിൽ ഇല്ലായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. എന്താടാ, എന്താ പ്രശ്നം? ഏയ്, പ്രശ്നമൊന്നുമില്ല. അതിലാരെങ്കിലും ചേച്ചിക്ക് അറിയുമോ? അതിൽ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ആരാ അവിടെയൊക്കെ? ചേച്ചിക്ക് അറിയാവുന്നവർ ആരെങ്കിലും ആണോ? ആ, ഒരുത്തി രാജേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ, ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരുത്തി ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നവളാ. ചേച്ചി ഒരു കാര്യം ചെയ്യുമോ? ഇനി രാജേട്ടൻ്റെ ഫോൺ കിട്ടുമ്പോൾ അതിലുള്ള ഫോട്ടോസ് എല്ലാം എടുത്ത് എനിക്കൊന്ന് സെൻഡ് ചെയ്യാമോ? എന്തിനാടാ നിനക്കിപ്പോൾ അതെല്ലാം? അതൊന്നും എടുത്ത് അഴക്കാൻ എനിക്കറിയില്ലടാ. നീ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നെടുത്തോ. ഞാനിപ്പോൾ പോവാ, രാജേട്ടൻ ഇപ്പോൾ വരും. പിന്നെ ഇങ്ങോട്ടിങ്ങനെ വിളിക്കല്ല കേട്ടോ, രാജേട്ടൻ ഉണ്ടാവും ഇവിടെ. ആ ശരി ചേച്ചി, ഞാൻ വിളിക്കുന്നില്ല. അതും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫോണിലേക്ക് വീണ്ടും ഒരു കോൾ വന്നു. ഞാൻ ബൈക്ക് നിർത്തി പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കി. അനിയത്തിയായിരുന്നു അത്. ഇവളെന്തിനാ ഈ ടൈമിലിപ്പോൾ എന്നെ വിളിക്കുന്നത്? ഞാൻ വേഗം കോൾ എടുത്തു. ഹലോ ചേട്ടാ, ചേട്ടൻ എവിടെയാ? വരാറായില്ലേ? ആ, ഞാൻ വന്നുകൊണ്ടിരിക്കാടി. എന്താടി, എന്താ പ്രശ്നം? അത് ചേട്ടാ, അമ്മ ഇന്നും പോകുന്നുണ്ട്. നമുക്കൊന്ന് പോയാലോ? എങ്ങോട്ട്? അണ്ണൻ്റെ കൂടെയോ? ഞാൻ ചോദിച്ചു. അതെ ചേട്ടാ, അമ്മ പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? അല്ലടി, ഈ സമയത്ത് എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് അമ്മ അങ്ങോട്ട് പോകുന്നത്? അമ്മയ്ക്കയാളെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചാൽ പോരെ? ഞാൻ ചോദിച്ചു. ആ, കൊള്ളാം, നല്ല ഐഡിയ. എൻ്റെ ചേട്ടാ, വീടിൻ്റെ മുകളിൽ അയാളുടെ ഭാര്യ മകളും ഉണ്ടാകുമ്പോൾ അയാൾ എങ്ങനെ വരാനാ? അവർ വല്ലതും കണ്ടാലോ? എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് വല്ലതും പൊക്കൂടെ? നമ്മൾ രണ്ടുപേരും ഇല്ലാത്ത സമയം നോക്കി എന്തിനാ ഇത്രയും വൈകുന്നത്? എടാ മണ്ട, അതിനാണ് പറയുന്നത് തലയിൽ വല്ലതും വേണമെന്ന്. ഉച്ചയ്ക്കൊക്കെ അവിടെ വീട് പണിക്കാരുണ്ടാകില്ലേ, അവർ പോകണമെങ്കിൽ 4-5 മണിയാകില്ലേ? അവൾ പറഞ്ഞു. ഓ, അത് ശരിയാ. അല്ലടി, നീ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു? ആ, അതാണ് ഞാൻ. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഞാൻ പോകും. എനിക്കിന്ന് എന്തായാലും കാണണം. നീ ഒറ്റയ്ക്ക് പോകാനോ? അതെങ്ങനെ? അങ്ങോട്ട് കുറച്ച് പോകാനുണ്ടല്ലോ. ആ, അതൊക്കെ ഞാൻ ആരെങ്കിലും വിളിച്ച് പൊക്കോളാം. എനിക്കെന്തായാലും ഇന്നതൊക്കെ ഒന്ന് കാണണം. എന്താടി, നിൻ്റെ സ്വന്തം തള്ളയല്ലേ, അതൊക്കെ വേണോ? ഓ, ഒരു പുണ്യാളം വന്നിരിക്കുന്നു. ഇന്നലെ തള്ളയുടെ അനിയത്തിൻ്റെ അടുത്തല്ലായിരുന്നോ നീ? അപ്പോൾ ഇതൊന്നും തോന്നിയില്ലേ? അവൾ ചോദിച്ചു. ഡീഡി, ഒന്ന് പോടി കളിയാക്കാതെ. ചേട്ടൻ വരുന്നുണ്ടോ ഇല്ലയോ അതറിഞ്ഞിട്ട് വേണം എനിക്കൊരു തീരുമാനം എടുക്കാൻ. വേഗം പറ. ഓക്കെ, ഞാൻ വരാം. പക്ഷേ അമ്മ ഇറങ്ങിയോ? ഇല്ല, ഇപ്പം ഇറങ്ങും. അമ്മ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇറങ്ങണം. അതെങ്ങനെ? അമ്മ ചോദിക്കില്ലേടി എങ്ങോട്ടാണെന്ന്? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അമ്മ സമ്മതിച്ചു പോകാൻ? ഞാൻ ചോദിച്ചു. ആ, അതൊക്കെ സമ്മതിച്ചു. അമ്മയും അണ്ണനും അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്കവിടെ പോയി ഒളിഞ്ഞിരിക്കണം, എന്നാലേ വല്ലതും കാണാൻ പറ്റൂ. എടി, അത് എവിടെ പോയി ഒളിഞ്ഞിരിക്കാനാ? അന്ന് തന്നെ നിനക്കറിയില്ലേ നമ്മൾ പുറത്തിരുന്ന കാര്യം?
ആ അതൊക്കെ എനിക്കറിയാം. ചേട്ടൻ വേഗം വാ, മതി സംസാരിച്ചത്, അമ്മ ഇപ്പോൾ ഇറങ്ങും, അവൾ പറഞ്ഞു. ആ ശരിയടി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അങ്ങനെ ഞാൻ ബൈക്കെടുത്ത് വീട്ടിലേക്ക് കത്തിച്ചു വിട്ടു. വീട്ടിലെത്തി ഞാൻ കണ്ടത് അമ്മ മുകളിലുള്ള ചേച്ചിയുമായി സംസാരിച്ച് നിൽക്കുന്നതാണ്. അമ്മയൊരു പുതിയ സാരിയാണ് വേഷം, ചേച്ചി ഒരു മാക്സിയും. എന്നെ കണ്ട ചേച്ചി ചെറിയ നാണത്തോടെ ഒന്ന് ചിരിച്ചു. ഞാൻ അങ്ങോട്ടും ഒന്ന് ചിരിച്ചു കാണിച്ചു. അല്ല, ചേച്ചിക്ക് ഇവൻ്റെ കൂടെ പോയാൽ പോരെ, ചേച്ചി അമ്മയോട് ചോദിച്ചു. ഏയ് അത് വേണ്ട, ഞാൻ പൊക്കോളാം, ഇവർക്ക് വേറെ എവിടെയോ പോകാനുണ്ട്, അമ്മ ചേച്ചിയോട് പറഞ്ഞു. ഞാൻ ഒന്നും അറിയാത്ത പോലെ അമ്മയോട് ചോദിച്ചു. അല്ല, അമ്മ എവിടെ പോകുന്നു? എടാ, ഞാൻ നമ്മുടെ സുനിത ചേച്ചിയുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല, അവരെ ഒന്ന് കാണാൻ പോവാ, അമ്മ പറഞ്ഞു. ഏത് സുനിത ചേച്ചി? ഞാൻ ആലോചിച്ചു. ആ എന്തെങ്കിലും ആകട്ടെ, ഞാൻ ആന്നും പറഞ്ഞ് വേഗം വീടിൻ്റെ അകത്തേക്ക് നടന്നു. ചേട്ടാ പോയാലോ? അനിയത്തി ഓടി വന്ന് ചോദിച്ചു. ഡി, വല്ല പ്രശ്നമാകുമോ? എനിക്ക് പേടിയാവുന്നു, ഞാൻ പതിയെ അവനോട് ചോദിച്ചു. ഇതൊക്കെ ഒരു രസമല്ല ചേട്ടാ, വാ നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു മിനിറ്റടി, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം, ഇനി അവിടെ ചെന്നാൽ അതിനൊന്നും പറ്റില്ലല്ലോ. ആ എന്നാ വേഗം പോയിട്ട് വാ, അവൾ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് വന്ന് അവളെയും ബൈക്കിൽ കയറ്റി അണ്ണൻ്റെ വീട് വഴി നടക്കുന്ന ആ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഡി, ചേച്ചി എന്നെ നോക്കുന്നത് നീ കണ്ടോ? നീ സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും ഇതുവരെ നടന്നില്ലല്ലോ, ഞാൻ ചോദിച്ചു. എൻ്റെ ചേട്ടാ, ഇതല്ല, ഇതിനേക്കാൾ വലുത് ഞാൻ ചേട്ടന് സെറ്റാക്കി തരും, ചേട്ടൻ എൻ്റെ കൂടെ നിന്നാൽ മതി. ആ അതൊക്കെ ഞാൻ നിൽക്കാം, പക്ഷെ എനിക്ക് ഇപ്പോൾ ഒരു ഐഡിയ തോന്നുന്നു. എന്ത് ഐഡിയ? അവൾ എന്നോട് ചോദിച്ചു. അല്ലടി, നമുക്കിന്ന് അങ്ങോട്ട് പോകണോ അതോ നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണോ? അതെന്തിനാ? അല്ല, എന്തായാലും അണ്ണൻ അമ്മയുടെ കൂടെ ആയിരിക്കുമല്ലോ, അപ്പോൾ പിന്നെ ആ സമയം നോക്കി ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോയാലോ? ആ അങ്ങോട്ട് ചെന്ന് കൊടുക്ക്, ചേച്ചിയുടെ മകള് കാണും അവിടെ, വെറുതെ വേണ്ടാത്ത പണിക്ക് പോവണ്ട, അതൊക്കെ നല്ല സമയം നോക്കി ഞാൻ ചേട്ടന് സെറ്റാക്കി തരില്ലേ? അല്ലടി, നമ്മളവിടെ കാത്തുനിന്നിട്ട് അമ്മയും അണ്ണനും അങ്ങോട്ട് വന്നില്ലെങ്കിലോ? ഓ ചേട്ടാ, ആ കരുനാക്ക് കൊണ്ട് ഒന്ന് മിണ്ടാതെ നിന്നേ, അതൊക്കെ വരും, പിന്നെ അവർ എങ്ങോട്ട് പോവാനാ? അവൾ ചോദിച്ചു. അതൊക്കെ ശരിയാടി, എന്നാലും അമ്മയ്ക്ക് ഒരു ദിവസം പോലും റെസ്റ്റ് വേണ്ടേ? ഇങ്ങനെയുണ്ടോ ഒരാർത്തി? അത് പിന്നെ ചേട്ടാ, അതിന് അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചില സ്ത്രീകൾക്ക് അങ്ങനെ തന്നെയാ, എല്ലാം എത്ര കിട്ടിയാലും മതിയാകില്ല. പിന്നെ ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി, മറന്നോ? എന്ത്? ആ അബ്ബാസിക്കയുടെ കാര്യമോ? അയ്യോ, അബ്ബാസിക്ക അല്ല, അഷ്റഫിക്ക. ആ ഞാൻ മറന്നു, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓ, ചേട്ടൻ ആലോചിക്കുമ്പോഴേക്കും അയാൾ ചിലപ്പോൾ വേറെ വല്ല പെണ്ണുങ്ങളുടെ കൂടെ പോവും. ഓ അങ്ങനെ പോണെങ്കിൽ അങ്ങോട്ട് പോട്ടേടി, അല്ല പിന്നെ. അപ്പോൾ ചേട്ടന് ഐഫോൺ വേണ്ടേ? ആ അത് വേണം. ഡി, വീടെത്തി, ബൈക്ക് എവിടെ നിർത്തും? ഞാൻ ചോദിച്ചു. അത് ആ വീടിൻ്റെ ബാക്കിലേക്ക് വിട്ടോ, അവിടെ എവിടെയെങ്കിലും നിർത്താം. അല്ലടി, അവർ കാണില്ലേ ബാക്കിൽ നിർത്തിയാൽ, നമുക്ക് റോഡിൽ എവിടെയെങ്കിലും നിർത്തിയാൽ പോരെ? വേണ്ട ഏട്ടാ, നമുക്ക് വീടിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിടാം, അവരങ്ങോട്ടൊന്നും വരില്ല. അങ്ങനെ ഞാൻ നേരെ ആ വീടിൻ്റെ ബാക്കിലേക്ക് പോയി. അവിടെ ഒരു മതിലിനോട് ചാരി ഞാൻ ബൈക്ക് ഒതുക്കി വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പാതി പണി കഴിഞ്ഞ ആ വീട്ടിലേക്ക് നടന്നു. ഡി, നീ ഇവിടെ നിന്നോ, ഞാൻ പോയി കതക് തുറക്കാം, എന്നിട്ട് നീ വന്നാൽ മതി. അങ്ങനെ ഞാൻ പോയി തൽക്കാലത്തിന് വെച്ച ആ കതക് തുറക്കാൻ നോക്കി, പക്ഷെ ആ കതക് ലോക്കായിരുന്നു. ഞാൻ വേഗം അവിടുന്ന് പുറകിലേക്ക് പോയി. അവിടെയും താൽക്കാലികമായി വെച്ചൊരു കതകായിരുന്നു, പക്ഷെ ആ കതകിൽ ലോക്കില്ലായിരുന്നു, ഒരു കയറുകൊണ്ട് കെട്ടിവെച്ച് നിർത്തിയിരിക്കുന്നു. ഞാൻ വേഗം ആ കയറെല്ലാം അഴിച്ചെടുത്തു, അനിയത്തിയുമായി വീട്ടിലേക്ക് കയറി. ഡി, നമ്മളിപ്പോൾ എവിടെ ഒളിഞ്ഞിരിക്കും? ഞാൻ അവളോട് ചോദിച്ചു. എന്തായാലും ഇവിടെ ഇരിക്കണ്ട, നമുക്ക് മുകളിലേക്ക് പോവാം, അവരന്ന് മുകളിലെ റൂമിലായിരുന്നല്ലോ. ആ അത് ശരിയാ. അങ്ങനെ ഞങ്ങൾ അതും പറഞ്ഞ് മുകളിലേക്ക് കയറി.
മുകളിൽ ചെന്ന് നോക്കുമ്പോൾ എല്ലാം പരന്നു കിടക്കുന്നു. അടിയിൽ ഒന്നും ഇട്ടിട്ടില്ല. ഡി, ഇവിടെ വെച്ച് എങ്ങനെയാടി അവരതൊക്കെ ചെയ്യുന്നത്? ഫുൾ അലമ്പായി കിടക്കാണല്ലോ. ആ ശരിയാ, ഇവിടെ വെച്ച് എങ്ങനെയാണെന്നാവോ അതിനൊക്കെ പറ്റുന്നത്. കുറേ മരത്തടിയും കല്ലുകളും. ഇതിലും നല്ലത് അവർക്ക് ആ പറമ്പിൽ വല്ലതും പോയാൽ പോരെ. ഡി, അവർ വരുന്നുണ്ട്. കാറിൻ്റെ സൗണ്ട് കേട്ടോ? അതെ ചേട്ടാ, വരുന്നുണ്ട്. അവരിപ്പോൾ എങ്ങോട്ടാ വരിക? നമ്മുടെ അടുത്തേക്കായിരിക്കോ? എടി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. ഇങ്ങോട്ട് വാ, റൂമിൽ പോയി ഒളിഞ്ഞിരിക്കാം. ഞാൻ അവളെയും വിളിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു റൂമിലേക്ക് കയറി. അവിടെ കുറേ പെട്ടികളും ഒരു ബ്ലൂ കളർ വാട്ടർ ടാങ്കും പിന്നെ ജോലിക്കാരുടെ ഡ്രസ്സുകളും വിരിച്ചിട്ടിട്ടുണ്ട്. ഞാൻ അവളെയും കൂട്ടി ആ വാട്ടർ ടാങ്കിൻ്റെ പുറകിലേക്ക് പോയിരുന്നു. ചേട്ടാ, അവരിങ്ങോട്ടുള്ളതും വരുമോ? ആ, എനിക്കറിയാൻ പാടില്ല. അല്ല, നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന്. അവക്കപ്പോൾ ലൈവായി കാണണം. കണ്ടോ? നല്ലപോലെ കണ്ടോ? ഓഫ്, ഒന്നും മിണ്ടാതിരി ചേട്ടാ, ചൂടാവല്ലേ. പിന്നൊരു കാര്യം, നമ്മളെ വല്ലതും അവർ കണ്ട ഞാനോടും. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. എന്നെ പിന്നെ ഈ നാട്ടിലേ കാണില്ല. ഞാൻ നാട് വിടും, നോക്കിക്കോ. ഞാൻ പറഞ്ഞു. ഓഫ്, ഇങ്ങനൊരു പേടിത്തൊണ്ട്. എനിക്ക് ആ ദീപുവിൻ്റെ കൂടെ എങ്ങാനും വന്നാൽ മതിയായിരുന്നു. ഡി, അവർ വരുന്നുണ്ട്. അയ്യോ ചേട്ടാ, ഇങ്ങോട്ടാണല്ലോ. മിണ്ടല്ലേടി, ഈ റൂമിലേക്കൊന്നും അവർ വരില്ല. ഇവിടെ എവിടെയാ അതിനുള്ള സ്ഥലം? ദാ അമ്മ റൂമിലേക്ക് പോകുന്നു. എവിടെ? ഞാൻ കണ്ടില്ല. നോക്കല്ലേ, അമ്മ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മളെ കാണും. അല്ല ചേട്ടാ, അണ്ണൻ എവിടെ? അതാടി ഞാനും നോക്കുന്നത്. എവിടെ? കാണുന്നില്ലല്ലോ. ദാ വരുന്നടി, അണ്ണൻ്റെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ. എവിടെ? ഞാൻ നോക്കട്ടെ. വേണ്ട, ഞാൻ നോക്കിക്കോളാം. പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണും. എടി, കുറേ ചാക്കുകളാണല്ലോ. ഓ, അപ്പോൾ ഇതിട്ടായിരിക്കുമല്ലേ പരിപാടി. കൊള്ളാം, ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഞാൻ പതിയെ അവളോട് പറഞ്ഞു. എവിടെ ഏട്ടാ, ഞാനൊന്ന് നോക്കട്ടെ. അവൾ പറഞ്ഞു. ഓ, ഒന്നും മിണ്ടാതേടി, ഇപ്പോൾ നോക്കിയാൽ അവർ കാണും. തുടങ്ങട്ടെ, എന്നിട്ട് നോക്കാം. ഞാൻ അവളോട് പറഞ്ഞു. ഞങ്ങൾ ഇരിക്കുന്ന റൂമിൻ്റെ നേരെയുള്ള റൂമിലാണ് അവരുള്ളത്. കഥകില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ കാണുന്നുണ്ട്. അണ്ണൻ ആ ചാക്കുകളെല്ലാം അവിടെ വിരിക്കാൻ തുടങ്ങി. ഈ സമയം അമ്മ അവിടെയുള്ള കല്ലിൻ്റെ പൊട്ടുകളെല്ലാം എടുത്തു മാറ്റുന്നുണ്ട്. പെട്ടെന്ന് ചാക്കുകൾ താഴേക്കിട്ട് അണ്ണൻ നേരെ ഞങ്ങളിരിക്കുന്ന റൂമിലേക്ക് നോക്കി. ഞാൻ ടാങ്കിൻ്റെ ബാഗിലേക്ക് തല മാറ്റി. ഡി, അണ്ണൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു. അയ്യോ ഏട്ടാ, പണിയാകുമോ? ആ, എനിക്കറിയില്ല. ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, ചിലപ്പോൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ടാവും. എടി, അണ്ണൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, ഇങ്ങോട്ടോ? അതേടി, ഒന്ന് മിണ്ടാതിരി. ഞാനും അവളും അവിടെ പതിഞ്ഞിരുന്നു. അണ്ണൻ നേരെ ഞങ്ങളിരിക്കുന്ന റൂമിലേക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേരും പേടിച്ച് വിറച്ചു. പെട്ടെന്ന് അണ്ണൻ വന്ന് അവിടെ വെച്ചിരുന്ന 2-3 കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് അങ്ങോട്ടേക്ക് പോയി. ഭാഗ്യമെന്ന് പറയാലോ, റൂമിലെ ഇരുട്ടും ജോലിക്കാരൻ ഡ്രസ്സുകളിടയിൽ അണ്ണൻ ഞങ്ങളെ കാണാൻ പറ്റിയില്ല. അണ്ണൻ ആ ബോക്സ് കൊണ്ടുപോയി കീറി മുറിച്ച് ആ ചാക്കിൻ്റെ മുകളിൽ വിരിച്ചു. ഞങ്ങൾ നോക്കുമ്പോൾ അവരെല്ലാം ആരംഭിക്കാൻ പോവുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു മടിയോ താല്പര്യക്കുറവോ കാണിക്കാതെ അവർ പരിപാടി ആരംഭിച്ചു. ജോലിക്കാരുടെ ഡ്രസ്സ് വിരിച്ചത് കൊണ്ട് തന്നെ ഞങ്ങളിരിക്കുന്ന റൂം അത്യാവശ്യം നല്ല ഇരുട്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എല്ലാം അവിടെ ഇരുന്ന് ആസ്വദിച്ചു. അവരുടെ കലാപരിപാടി കഴിഞ്ഞ ഉടൻ ഞാൻ അവളോട് പറഞ്ഞു. എടി, മതി നോക്കിയത്. അവരിപ്പോൾ വരും. നമുക്ക് വേഗം പോകാം. ആ, അത് ശരിയായിട്ടാ, നമുക്ക് പോകാം. പക്ഷേ എങ്ങനെ ബൈക്കെടുത്ത് പോകും? അവർ കണ്ടാലോ? നീ വാ, നമുക്ക് പുറത്ത് പോയി നിൽക്കാം. അവർ പോയിട്ട് നമുക്ക് പോകാം. അങ്ങനെ അതും പറഞ്ഞ് ഞങ്ങൾ അവർ കാണാതെ പതിയെ അവിടെ നിന്നിറങ്ങി. വീടിൻ്റെ പുറകെ പോയി അവർ പോകുന്നത് വരെ അവിടെ ഒളിച്ചു നിന്നു. വൈകാതെ തന്നെ അവർ വന്ന് കാറെടുത്തു പോയി. ചേട്ടാ, നമുക്ക് പോയാലോ? അവൾ ചോദിച്ചു. എന്തായാലും ഇവിടെ വരെ വന്നു. എനിക്കാണെങ്കിൽ ഒന്നും ആയില്ല. നമുക്കൊന്ന് നോക്കിയാലോടി. അയ്യടാ, ഒന്ന് പോടാ. നിൻ്റെ ഒരു മോഹം അത് കണ്ടുകൊണ്ട് നീ നന്നായി പണിയുന്നുണ്ടായല്ലോ. എന്തു പറ്റി, കളഞ്ഞില്ലേ?
മര്യാദക്ക് നടക്കങ്ങോട്ട്, ഇപ്പോൾ തന്നെ നേരം വൈകി, അവൾ പറഞ്ഞു. ഓ, നിനക്കൊന്നും നമ്മളെ പറ്റില്ലല്ലോ, നീ ജെൻസിയല്ലേ, വാ കയറി പോകാം, ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അന്നത്തെ പോലെ റോഡിൽ വെച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വീട്ടിൽ വന്നപ്പോൾ അമ്മ വീട്ടിലെത്തി കതക് തുറന്ന് വീട്ടിലേക്ക് കയറുന്നേ ഉള്ളൂ. ഞങ്ങളെ കണ്ട അമ്മ ചോദിച്ചു, ഓ നിങ്ങളിങ്ങ് എത്തിയോ, എന്തായി പോയിട്ട്, കേക്കൊക്കെ മുറിച്ചോ? ആ പിന്നെ നല്ല മുറിയായിരുന്നു അണ്ണൻ മുറിച്ചത്, ഞാൻ പതിയെ പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കുക ചേട്ടാ, അമ്മ കേൾക്കും, അനിയത്തി എന്നെ നുള്ളിക്കൊണ്ട് പറഞ്ഞു. ആ കേക്കൊക്കെ മുറിച്ചമ്മേ, പോയിട്ട് എന്തായി, അവൾ അമ്മയോട് ചോദിച്ചു. ആ അത് കുഴപ്പമൊന്നുമില്ലടി, അമ്മ പറഞ്ഞു. അമ്മ അകത്തേക്ക് നടന്നു, പിറകെ ഞങ്ങളും. എന്താ അമ്മേ അമ്മയുടെ കാലിന് പറ്റിയത്, ഞാൻ അമ്മയോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ലല്ലോ, എന്താ, അമ്മ ചോദിച്ചു. അല്ല, അമ്മയുടെ നടത്തത്തിൽ എന്തോ പറ്റിയതുപോലെ തോന്നുന്നു. ഒന്ന് പോയ ചേട്ടാ, എന്തൊക്കെ ചേട്ടൻ ചോദിക്കുന്നേ, അനിയത്തി അമ്മ കേൾക്കാതെ എന്നോട് പറഞ്ഞു. ഏയ് ഒന്നുമില്ലല്ലോ, പിന്നെ ചെറുതായിട്ടൊരു കാലുവേദന, ചിലപ്പോൾ അതാകും, അമ്മ അതും പറഞ്ഞ് റൂമിലേക്ക് പോയി. ഡാ, നിനക്കിത് എന്തിൻ്റെ കേടാ, ചുമ്മാ അമ്മയെ കളിയാക്കാൻ, അതിൻ്റെ വഴിക്ക് വിട്ടേക്കടാ, അവൾ പറഞ്ഞു. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നമ്മുടെ അമ്മയല്ലേ, ഇങ്ങനെ വിട്ടാൽ മിക്കവാറും അമ്മയുടെ പുക കാണേണ്ടി വരും നമ്മൾ, ഞാൻ പറഞ്ഞു. ഏയ് അതൊന്നും ഇല്ല ചേട്ടാ, അതൊക്കെ താങ്ങാനുള്ള ശക്തി അമ്മയ്ക്കുണ്ട്. പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ പിന്നെ മറ്റേ കാര്യത്തിൽ ചേട്ടനൊരു തീരുമാനം പറഞ്ഞില്ലല്ലോ, ഞാൻ വരുമ്പോഴേക്കും അതൊന്ന് തീരുമാനിച്ച് വെച്ചേക്ക്, അവൾ പറഞ്ഞു. ആ നീ പോയിട്ട് വാ, ഞാൻ റൂമിലുണ്ട്, ഞാൻ അവളോടും പറഞ്ഞ് എൻ്റെ റൂമിലേക്കും പോയി. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിലിരിക്കുമ്പോൾ അനിയത്തി എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അല്ല എന്തായി, ഞാൻ പറഞ്ഞ കാര്യം, അയാളിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചേട്ടൻ ഒരു തീരുമാനം പറ. എടി അത് ഞാനിപ്പോൾ എന്ത് പറയാനാ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അല്ലെങ്കിലും എല്ലാം എന്നോട് ചോദിച്ചിട്ടൊന്നുമല്ലല്ലോ നീ ചെയ്യുന്നത്, ഇത് മാത്രം എന്താ ഇത്ര ചോദിക്കാൻ? അത് പിന്നെ ഞാൻ പറഞ്ഞില്ല ചേട്ടാ, മൂപ്പർക്ക് പുറത്തേക്ക് വരാൻ പേടിയാ, വീട്ടിലേക്ക് വരാമെന്നാ പറയുന്നത്. അതല്ലേടി ഞാനും പറഞ്ഞത്, വന്നോട്ടെ എന്ന്, ഇനി എന്താ പ്രശ്നം അത് പറ. അതല്ല ചേട്ടാ, അയാൾ വരുമ്പോൾ അമ്മയുടെ ഉണ്ടെങ്കിൽ എല്ലാം പ്രശ്നമാകും, ചേട്ടൻ എങ്ങനെയെങ്കിലും അമ്മയെ കൊണ്ട് ആ സമയം പുറത്തു പോകണം, എന്നാലേ ഞാൻ വിചാരിക്കുന്ന പോലെയൊക്കെ ആകൂ. അമ്മയെ കൊണ്ട് ഞാനവിടെ പോവാനാ, അതൊന്നും പറ്റില്ല, നീ അമ്മയില്ലാത്തപ്പോൾ കൊണ്ടുവന്നാൽ മതി, ഞാൻ പറഞ്ഞു. ഓഫ്, അതിനമ്മ പുറത്തു പോകുന്നത് നോക്കി എനിക്ക് അവരോട് വരാൻ പറയാൻ പറ്റുമോ? മൂപ്പർക്ക് മലപ്പുറത്ത് നിന്ന് ഇവിടെ എത്തണ്ടേ, എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരാൻ പറയാൻ പറ്റത്തുള്ളൂ. എടി നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ എങ്ങോട്ടാ അമ്മയും കൊണ്ട് പോവുക, അത് നീ ഒന്ന് പറ. അതൊക്കെ നീ ചെയ്യണം, അതിനാണ് നിനക്ക് ഞാൻ ഐഫോൺ തരാമെന്ന് പറഞ്ഞത്. അമ്പടി കള്ളി, അപ്പോൾ അതാണ് നിൻ്റെ ഉദ്ദേശം? ഞാൻ കരുതി എൻ്റെ സമ്മതത്തിന് വേണ്ടിയായിട്ടാവുമെന്ന്. ഇതിപ്പോൾ അമ്മയെ നിനക്ക് ഇവിടെ നിന്ന് മാറ്റണം, അതിനുള്ള ഐഡിയ ആണല്ലേ, ഞാൻ പറഞ്ഞു. അത് ചേട്ടാ, നമ്മളിങ്ങനെ ചെറിയ മീനുകളെ പിടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഇടയ്ക്കൊക്കെ വലിയ മീനുകളെയും പിടിക്കണം, എന്നാലേ ലൈഫ് അടിച്ചു പൊളിക്കാൻ പറ്റുള്ളൂ. ആ പൊളിക്ക്, അവസാനം ആരെങ്കിലും വന്ന് ഒന്നാകെ പൊളിക്കാതെ നോക്കിക്കോ, ഞാൻ പറഞ്ഞു. ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേട്ടാ, നീ ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്ക്, അയാളെ കൊണ്ട് ഒരു സൗകര്യവും ഇല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എന്തായി, ആദ്യം നീ അത് സെറ്റാക്ക്, നിനക്ക് നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. ഓഫ്, നീ അത് വീട്ടില്ലേടാ, എപ്പോൾ നോക്കിയാലും അതോടത്ത് നടക്കാണോ? തൽക്കാലത്തിന് നിൻ്റെ കാര്യത്തിനൊക്കെ ശോഭിച്ചില്ലേ, അത് പോരെ നിനക്ക്, അവൾ ചോദിച്ചു. ഏയ് അതൊന്നും പറ്റില്ല, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ, ഇപ്പോഴേ കിട്ടത്തുള്ളൂ, അതും ഈ മൂത്ത് നിൽക്കുന്ന ടൈമിൽ, ഞാൻ പറഞ്ഞു. അത് ചേട്ടാ, അതിന് ഞാൻ ആ ചേച്ചിയെ പിന്നെ കണ്ടിട്ടില്ല, അതുമല്ല അങ്ങോട്ട് പോകുന്നത് സേഫായിട്ട് എനിക്ക് തോന്നിയില്ല, ഇതുപോലൊരു പ്ലാൻ ഉണ്ടാക്കി ഞാനെല്ലാം സെറ്റാക്കി തരാം, നീ ഒന്ന് അടങ്ങ്. ആ ശരി, ഞാൻ അടങ്ങാം, എൻ്റെ ആവശ്യമായി പോയില്ലേ, ഞാനന്ന് അമ്മയെ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് അവൾ അമ്മയെ നോക്കാൻ പോയി. കുറച്ച് സമയത്തിന് ശേഷം അവൾ വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നു.
അമ്മ എവിടെയടി? ഞാൻ അവളോട് ചോദിച്ചു. അമ്മ അവിടെ ചേട്ടനുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം. എന്താ പ്രശ്നം? ഞാൻ അവളോട് ചോദിച്ചു. ആ, എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ഏ, ആണോ? വരട്ടെ, നല്ലതല്ലേ. കുറേ ആയില്ലേ അവരൊന്ന് വന്നു പോയിട്ട്, ഞാൻ അവളോട് പറഞ്ഞു. പക്ഷേ ഈ വരവ് വന്നാൽ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും. ഏ, അതെന്താ? അത് പിന്നെ വെക്കേഷനല്ല ചേട്ടാ. ആ, അത് ശരിയാണല്ലോ. കൊള്ളാം, നമുക്ക് അടിച്ചു പൊളിക്കാം. ആ, പക്ഷേ ഒരു പ്രശ്നമുണ്ട് ചേട്ടാ. എന്ത് പ്രശ്നം? അത് ചേട്ടനും ചേച്ചിയും വരുന്നതിന് മുമ്പ് അയാളെ വരുത്തണം, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഓ, അത് ശരിയാണല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? അമ്മ എങ്ങോട്ട് കൊണ്ടുപോകും ഞാൻ? അത് ചേട്ടൻ അമ്മയും കൊണ്ട് ഒരു പടത്തിന് പോ. പടമെല്ലാം കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പോഴേക്കും ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം. അയ്യടി, പടത്തിന് വിളിച്ചുകൊണ്ട് പോകാൻ അമ്മേൻ്റെ കാമുകിയല്ലേ. അതും ഇതിനു മുമ്പൊന്നും നമ്മൾ സിനിമയ്ക്ക് തിയേറ്ററിലൊന്നും പോയിട്ട് പോലുമില്ല. നിൻ്റെ ഒരു ഐഡിയ, വേറെ വല്ല നല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറയടി. ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഐഡിയ? ആ, എന്നാൽ നീ അമ്മയുമായി ബീച്ചിലോ പാർക്കിലോ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വാ. അത് പറ്റോ? അവൾ ചോദിച്ചു. ഒന്ന് പോടെ അലവലാതി, ഞാൻ നിൻ്റെ തന്തയല്ലേ. അമ്മയും കൊണ്ട് പാർക്കിലും ബീച്ചിലും കറങ്ങാൻ. എങ്ങനെയാണെങ്കിൽ ഞാനില്ലട്ടോ ഈ പരിപാടിക്ക്. നിൻ്റെ ഒരു ഐഡിയ, ഞാൻ പറഞ്ഞു. ഓഫ്, എന്നാ ചേട്ടൻ തന്നെ ഒരു ഐഡിയ പറ. ഞാനൊന്ന് ഓർത്ത് നോക്കട്ടെ. ആ, ഒരു ഐഡിയ ഉണ്ട്. ഞാൻ അമ്മയുമായി ഹോസ്പിറ്റലിൽ പോയാലോ? എനിക്കെന്തെങ്കിലും അസുഖമാണെന്ന് പറയാം. ഏ, അസുഖമോ? എന്തസുഖമാണെന്ന് പറയും നീ? അതിപ്പോൾ അതൊന്നും നടക്കില്ല ഏട്ടാ. വേറെ ഐഡിയ പറ, അവൾ പറഞ്ഞു. വേറെ ഇപ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ലടി. അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. നീ അയാളെ വേറെ വല്ല സ്ഥലത്തേക്കും കൊണ്ടുപോക്കോ. അല്ലാതെ ഇപ്പോൾ ഞാൻ എന്ത് പറയാനാ? എന്നാ ഞാനൊരു ഐഡിയ പറയട്ടെ. ആ, പറ. മുമ്പ് പറഞ്ഞ പോലെ ഐഡിയ ആണെങ്കിൽ ഞാൻ ഒറ്റ പോക്കങ്ങ് പോകും. പിന്നെ എന്നെ നോക്കണ്ട കേട്ടോ. ഇത് അങ്ങനെയുള്ളൊരു ഐഡിയ ഒന്നും അല്ല, കുറച്ച് പണിയാണ്. പക്ഷേ അത് നീ വിചാരിക്കണം. ആ, അതിപ്പോൾ എന്ത് ഐഡിയ ആണെങ്കിലും ഞാൻ തന്നെ വിചാരിക്കണ്ടേ? നീ പറ, ഞാൻ കേൾക്കട്ടെ. അത് പിന്നെ ചേട്ടാ, ചേട്ടൻ അമ്മയോട് പറയണം. ചേട്ടന് ഒരു പെണ്ണിനെ ഇഷ്ടമാണെന്നും ആ പെണ്ണിനെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ചേട്ടൻ അമ്മയും കൂട്ടി പോക്കോ. ഏ, പോയിട്ട് പെണ്ണെവിടെ? ഞാൻ ആരെ കൊണ്ടേ കാണിക്കും? അത് പിന്നെ നീ ആരെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്ക്, അമ്മ അത് വിശ്വസിച്ചോളൂ. ഡീ മണ്ടി, ഞാൻ ആരെ കാണിക്കാനാ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് അമ്മയ്ക്കളോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിലും എവിടെ പോയി ഞാനൊരു പെണ്ണിനെ കാണിക്കും? ഞാൻ ചോദിച്ചു. അതിപ്പോൾ പെണ്ണിനെയൊക്കെ ഞാൻ സെറ്റാക്കാം. ബാക്കി കാര്യങ്ങളെല്ലാം ചേട്ടൻ നോക്കുമോ? ഏ, ഏത് പെണ്ണ്? നീ എന്തായി പറഞ്ഞു വരുന്നത്? ചേട്ടനെ പറ്റിയ നല്ല കിളി പോലത്തെ പെൺകുട്ടികളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ചേട്ടൻ എങ്ങനെയെങ്കിലും അമ്മയുമായി ഈ വീടിന് വെളിയിൽ ഒന്ന് ഇറങ്ങി തന്നാൽ മതി. ബാക്കി ഞാനേറ്റു. അല്ലടി, ആരാ പെണ്ണ്? ആദ്യം നീ അത് പറ. അത് ഞാൻ പറഞ്ഞു തരാം. ചേട്ടൻ ഇന്ന് രാത്രി പോയി അമ്മയോട് കാര്യം സംസാരിക്കണം. അമ്മ ഓക്കെ പറഞ്ഞാൽ ഞാൻ ഇക്കയെ വിളിച്ച് നാളെ വരാൻ പറയും. ഇക്ക വരുന്ന ടൈം നോക്കി ചേട്ടൻ അമ്മയുമായി പുറത്തു പോകണം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? കൊള്ളാവോ? അവൾ ചോദിച്ചു. ആ, ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ നാളെ എങ്ങനെ പറ്റും? എനിക്ക് ജോലിക്ക് പോകണ്ടേ? അതിന് നാളെ ജോലിയുണ്ടോ? സൺഡേ അല്ലേ? ആ, അത് ശരിയാണല്ലോ. ആ, ബെസ്റ്റ്. നല്ല ആളോടാ ഞാനീ പറയുന്നത്. സൺഡേ ഏതാ മൺഡേ ഏതാണെന്നറിയാത്ത ഒരു മണ്ടൻ. ഡി മണ്ടൻ്റെ തന്ത. നീ ബാക്കി പറ, ഏതാ പെണ്ണ്? പെണ്ണിനെയൊക്കെ ഞാൻ സെറ്റാക്കാം. പക്ഷേ ചേട്ടൻ കയറി കൊളാക്കാതെ ഇരുന്നാൽ മതി. എനിക്ക് അതാ പേടി. ഇല്ലടി, നീ ഒരു പേടിയും പേടിക്കണ്ട. ആ പെണ്ണിൻ്റെ നമ്പർ നീ ഇങ്ങോട്ട് താ. ഞാൻ വിളിച്ച് സംസാരിച്ച് എല്ലാം സെറ്റാക്കിക്കോളാം. നീ ചുമ്മാ കഷ്ടപ്പെടണ്ട. അയ്യടെ മോൻ്റെ ആഗ്രഹം കൊള്ളാലോ. നമ്പറൊന്നും തരാൻ പറ്റില്ല. ഐഫോൺ വേണമെങ്കിൽ കുറച്ച് സഹിച്ചേ പറ്റൂ. ശരി. അല്ലടി, ആ പെണ്ണ് ചോദിക്കില്ലേ ഇതെന്തിനാ ഇങ്ങനൊരു നാടകമെന്ന്? അപ്പോൾ നീ എന്ത് പറയും? അത് ഞാൻ പറയും എൻ്റെ ലൈനിനെ കാണാൻ വീട്ടിൽ വരുന്നുണ്ടെന്ന്. അപ്പോൾ അമ്മയും ചേട്ടനെയും ഒന്ന് വീട്ടിൽ നിന്നും മാറ്റാൻ വേണ്ടിയാണെന്ന്. അപ്പോൾ അതിനൊക്കെ അവൾ സമ്മതിക്കോടി? അതറിയില്ല, പറഞ്ഞു നോക്കണം.
അല്ലടി, ആരാ നീ ഉദ്ദേശിക്കുന്ന പെൺകുട്ടി? അതിപ്പോൾ എൻ്റെ മനസ്സിൽ 2-3 പേരുണ്ട്. പക്ഷേ രണ്ടാൾ ശരിയാവില്ല. പിന്നെ ഒരുത്തിയുണ്ട്, അവളാണ് എൻ്റെ പ്രതീക്ഷ. ആരാ അവൾ? ഞാൻ കണ്ടിട്ടുണ്ടോ അവളെ? അത് ചേട്ടൻ കണ്ടിട്ടില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താടി, എന്താ പ്രശ്നം? അല്ല, ഞാനിപ്പോൾ അവളോട് എന്താ പറയുക? ചേട്ടനും അറിഞ്ഞുകൊണ്ടാണോ ഞാൻ കാമുനെ വീട്ടിലേക്ക് കയറ്റുന്നതെന്ന് പറയണോ, അല്ല ചേട്ടനൊന്നും അറിയില്ലെന്ന് പറയണോ? എനിക്കറിയില്ലെന്നോ? അതെങ്ങനെ ശരിയാകും? അവൾ വിചാരിക്കില്ലേ അവളെ അറിയാതെ ഞാനെങ്ങനെ അവളെ ഇഷ്ടപ്പെട്ടു എന്ന്? അതുമല്ല, അവളുമായിട്ട് ബന്ധമില്ലാതെ ഞാൻ എങ്ങനെ അമ്മയോട് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്ന്? നീ പറ. ചേട്ടനും എല്ലാം അറിയാമെന്ന്. കുറച്ചു നേരം ഒന്ന് അഭിനയിച്ചാൽ മതിയെന്ന്. ആ, ഓക്കെ ചേട്ടാ, എന്നാൽ അങ്ങനെ പറയാം. പക്ഷേ അവളോട് എങ്ങോട്ട് വരാൻ പറയണം? അവൾ എന്നോട് ചോദിച്ചു. അല്ലടി, ഏതായി പെണ്ണ്? കോളേജിലെ കൂട്ടുകാരിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂട്ടുകാരിയാണോ? അത് കോളേജിലെ കൂട്ടുകാരി ഏട്ടാ. പേര് ശ്രീജ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഒത്താൽ ചേട്ടൻ പോയി അമ്മയോട് സംസാരിക്കണം. അല്ലടി, അമ്മ ഇതിന് സമ്മതിച്ചില്ലെങ്കിലോ? അത് സാരില്ല, അപ്പോൾ നമുക്ക് അടുത്ത ഐഡിയ നോക്കാം. അതല്ലടി, ഇനി അമ്മയ്ക്ക് അവളെ ഇഷ്ടപ്പെട്ടാലോ? അവളെ വീട്ടിൽ പറഞ്ഞ് ഉറപ്പിച്ചാലോ എന്ന് വല്ലതും പറഞ്ഞാലോ? അത് സാരില്ല ചേട്ടാ, അപ്പോൾ നോക്കാം. ഞാൻ അവളെ കെട്ടിച്ചു തരാം. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? ആഹാ, അത് കൊള്ളാലോ, നല്ല ഐഡിയ. പക്ഷേ പെണ്ണ് കിടുവായിരിക്കണം. നീ ഏത് പെണ്ണിനെയാണെന്നാവോ എൻ്റെ തലയിൽ വെക്കാൻ പോകുന്നത്? തമ്പുരാൻ അറിയാം. അയ്യടാ, മോൻ്റെ ഒരു പൂതി. കാര്യം നടന്നാൽ ഐഫോൺ അങ്ങോട്ട് തരും. അല്ലാതെ പെണ്ണ് കല്യാണമെന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു പോരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അവൾ പറഞ്ഞു. ആ, എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ദേ, ചേട്ടൻ അമ്മയുമായി പോകുന്നു. ആ പെണ്ണിനെ കാണുന്നു, ഇങ്ങോട്ട് പോരുന്നു. അതിൽ കൂടുതൽ ഒന്നും വേണ്ട. ചിലപ്പോളെ പണി പാളും. ശരി. അല്ലടി, ഒരു സംശയം കൂടി. എന്താ, ചോദിക്ക്. അല്ല, ഞാനിപ്പോൾ അമ്മയും കൊണ്ട് പോയി ജസ്റ്റ് അവളെ കാണുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ നിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുമോ? അതെങ്ങനെ? എന്തായാലും അത് കുറച്ചു നേരം ഉണ്ടാവും. അയാളങ്ങ് മലപ്പുറത്തുനിന്ന് വരുന്നതാ. പിന്നെ അയാൾക്ക് കുറച്ച് പ്രായമുള്ളതാ. എല്ലാ പരിപാടിയും വേണ്ടി വരും, അവൾ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്യും അമ്മയും കൊണ്ട്? നിങ്ങൾ ഒരു പടത്തിനൊക്കെ കയറി എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോര്. അമ്മയ്ക്കതൊക്കെ ഇഷ്ടമാണ്. അതിനൊക്കെ അമ്മയ്ക്ക് വേറെ ആൾക്കാരുണ്ടടി. എൻ്റെ ആവശ്യമൊന്നും ഉണ്ടാകില്ല. അത് നീ നോക്കണ്ട. നീ ഇന്ന് കണ്ടില്ലേ ആ സൗന്ദര്യം? നീ ഒന്ന് ട്രൈ ചെയ്, ചിലപ്പോൾ നിനക്ക് കിട്ടിയാലോ. അയ്യടി, ഒന്ന് പോടി. അവളുടെ ഒരു ആഗ്രഹം കണ്ടില്ലേ? എനിക്കില്ലല്ലോ ഇത്ര. അയ്യടാ, ആര് പറഞ്ഞു? നീ എന്നോട് നുണയൊന്നും പറയണ്ട. ഞാൻ കണ്ടതല്ലേ നീ കുലുക്കുന്നത്. അത് പിന്നെ എന്തായിരുന്നു? എടി, അത് പിന്നെ ആരായാലും അതൊക്കെ കണ്ടാൽ അടങ്ങി നിൽക്കുമോടി. നീ കൂടുതൽ ഉരുളണ്ട മോനെ. ഞാൻ പോയി നോക്കട്ടെ അമ്മയുടെ ഫോൺ വിളി കഴിഞ്ഞോ എന്ന്. കഴിഞ്ഞാൽ നീ പോയി കാര്യം പറ. അതിനാദ്യം നീ അവളെ വിളിച്ച് ചോദിച്ചു നോക്ക് അവൾക്ക് ഓക്കെയാണോ എന്ന്. എന്നിട്ട് അമ്മയോട് പറഞ്ഞാൽ പോരെ? അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിക്കോളാം ചേട്ടാ. ഫസ്റ്റ് നമുക്ക് അമ്മയുടെ കാര്യം നോക്കാം, അവൾ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്, പോയി ചോറെടുത്ത് വെക്ക്. എന്നിട്ട് പോയി അമ്മയെ വിളിക്ക്. അതാകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയാലും നിനക്ക് സപ്പോർട്ട് ചെയ്യാമല്ലോ, ഞാൻ പറഞ്ഞു. ആ, അത് ശരിയാ. ഞാൻ പോയി ചോറെടുത്ത് വെച്ചിട്ട് വിളിക്കാം. ചേട്ടനൊന്നും അറിയാത്ത പോലെ വന്നാൽ മതി. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അങ്ങനെ അതും പറഞ്ഞ് അവൾ ചോറെടുക്കാൻ കിച്ചണിലേക്ക് പോയി. ഞാൻ റൂമിലിരുന്ന് അമ്മയോട് പറയുന്ന പോലെ പറഞ്ഞു നോക്കി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഞാൻ ഫോൺ എടുത്ത് നോക്കി. അത് നമ്മുടെ പാർട്ടിക്കാരൻ പവിയേട്ടനായിരുന്നു. ഡാ, നിൻ്റെ ഒരു ഫോട്ടോ അയക്കണേ എന്നായിരുന്നു ആ മെസ്സേജ്. ഞാൻ ചോദിച്ചു, എന്തിനാ ചേട്ടാ ഫോട്ടോ എല്ലാം? അത് ചെറിയൊരു ഫ്ലെക്സ് വെക്കാനുണ്ട്, അതിന് വേണ്ടിയാണെന്ന് പവിയേട്ടൻ മെസ്സേജ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എൻ്റെ ഫോട്ടോ വേണോ? നിങ്ങളുടെ ഫോട്ടോയ്ക്ക് വെച്ചാൽ പോരെ? ഏയ്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ യൂത്ത് സെക്രട്ടറിയാണ്. നിൻ്റെ ഫോട്ടോ വെച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ ഫോട്ടോ വെക്കാനാടാ? പവിയേട്ടൻ പറഞ്ഞു. ഓക്കെ, ഞാൻ അയച്ചു തരാം എന്നും പറഞ്ഞ് ഞാൻ പവിയേട്ടന് റിപ്ലൈ കൊടുത്തു. ചേട്ടാ വാ, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. അനിയത്തി വിളിക്കാൻ തുടങ്ങി.
ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോയി. ടേബിളിൽ അമ്മ ഫോൺ അടുത്ത് വെച്ച് എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. ഞാൻ അനിയത്തിയോട് കണ്ണുകൊണ്ട് ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അവൾ കൈ മലർത്തി കാണിച്ചു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്താ അമ്മേ, കഴിക്കുന്നില്ലേ? ഞാൻ അമ്മയോട് ചോദിച്ചു. അല്ലടാ, നിന്റെ അനിയത്തിക്ക് ഇത് എന്ത് പറ്റി? ഞാൻ പറയാതെ തന്നെ ചോറെല്ലാം വിളമ്പി വെച്ചിരിക്കുന്നു. എന്തോ ഒരു കള്ളക്ഷണം മണക്കുന്നുണ്ടല്ലോ, അമ്മ പറഞ്ഞു. ഓ അതാണോ? അത് ഞാൻ അവളോട് പോയി ചോറ് വിളമ്പാൻ പറഞ്ഞു. എനിക്ക് നല്ല വിശപ്പ്. അമ്മയെ നോക്കിയപ്പോൾ അമ്മ അവിടെ കോളിലായിരുന്നു. ആ അത് ചേട്ടനായിരുന്നു. ചേട്ടൻ ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് വരും. ചേട്ടൻ ഒറ്റയ്ക്കോ? ഞാൻ അമ്മയോട് ചോദിച്ചു. അല്ലടാ, അവർ 3 പേരും വരും. ഇപ്പോൾ വെക്കേഷനല്ലേ. ആ അപ്പോൾ ചേട്ടന് ജോലിയില്ലേ അമ്മേ? അതെനിക്കറിയില്ലടാ, ചിലപ്പോൾ ലീവ് എടുത്ത് വരുന്നതായിരിക്കും. പെട്ടെന്ന് ടേബിളിനടിയിലൂടെ എൻ്റെ കാലിൽ ഒരു ചവിട്ട് കിട്ടി. ഞാൻ നോക്കിയപ്പോൾ അനിയത്തി മുഖം കയറ്റിയിരിക്കുന്നു. എന്താടി എന്ന് ഞാൻ അമ്മ കാണാതെ അവളോട് ചോദിച്ചു. പറയെന്ന് അവൾ ദേഷ്യത്തോടെ ആംഗ്യം കാണിച്ചു. എങ്ങനെ അമ്മയോട് പറയുമെന്നോർത്ത് എൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അതാ വരുന്നു അനിയത്തിയുടെ അടുത്ത ചവിട്ട്. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഇന്നിനി അവസരം കിട്ടില്ലെന്ന് മനസ്സിലാക്കി ഞാൻ അമ്മയോട് പറയാൻ തീരുമാനിച്ചു. അമ്മയ്ക്ക് നാളെ എവിടെയെങ്കിലും പോകാനുണ്ടോ? ഞാൻ വിറച്ചുകൊണ്ട് അമ്മയോട് ചോദിച്ചു. നാളെയോ? നാളെ ഇപ്പോൾ എങ്ങോട്ട് പോവാനാ? അമ്മ എന്നോട് ചോദിച്ചു. അതല്ല അമ്മേ, നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. അതാ ഞാൻ ചോദിച്ചത്, അമ്മയ്ക്ക് വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ എന്ന്. എങ്ങോട്ടാടാ? എങ്ങോട്ട് പോകുന്ന കാര്യമാണ് നീ പറയുന്നത്? അതമ്മേ, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവളെ അമ്മയ്ക്കൊന്ന് കാണിച്ചു തരാനാ. ഏത് പെൺകുട്ടി? അമ്മ അത്ഭുതത്തോടെ കണ്ണും തള്ളി എന്നോട് ചോദിച്ചു. അത് പിന്നെ അമ്മേ, എനിക്കിഷ്ടപ്പെട്ടൊരു കുട്ടിയാണ്. അപ്പോൾ അമ്മയൊന്ന് കാണിക്കണമെന്ന് കരുതി. അതിന് ആ പെണ്ണിന് നിന്നെ ഇഷ്ടമാണോ? ഇനി വല്ല വൺ സൈഡ് ലവ് ആണോടാ? അമ്മ ചോദിച്ചു. അല്ലമ്മേ, അവൾക്ക് ഇഷ്ടമാണ്. അമ്മ ജസ്റ്റ് ഒന്ന് കാണാൻ കൂടെ വന്നാൽ മതി, ഒന്നും സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞു. ഡി, നിനക്കറിയോ ഇവൻ പറയുന്ന ഈ കൊച്ചിനെ? അമ്മ അനിയത്തിയോട് ചോദിച്ചു. ആ അമ്മേ, എനിക്കറിയാം. എൻ്റെ കോളേജിൽ പഠിക്കുന്നതാ. ഞാൻ കാണാറുണ്ട്. നല്ല കുട്ടിയാ, അവൾ ആവേശത്തോടെ അമ്മയോട് പറഞ്ഞു. എന്നാൽ പിന്നെ നീയും കൂടി വാ, അതാവുമ്പോൾ എനിക്കെന്തെങ്കിലും അവളോട് സംസാരിക്കാമല്ലോ. ഞാനൊന്നും വരുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, ഇനി എന്തിനാ ഞാൻ വരുന്നത്? അതുമല്ല, എനിക്ക് നാളെ കുറേ പഠിക്കാനുമുണ്ട്. ഞാനൊന്നുമില്ല, അമ്മ പൊക്കോ, അവൾ പറഞ്ഞു. അതല്ലടി, എന്തായാലും ഇവനൊരു പെണ്ണിനെ നോക്കണം. കല്യാണപ്രായമെല്ലാം ആയി. അപ്പോൾ പിന്നെ തിരഞ്ഞു നടക്കണ്ടല്ലോ. ഇപ്പോൾ പെണ്ണ് കിട്ടാൻ നല്ല പാടാ. നമുക്ക് പോയി നോക്കാടി, നീയും വാ, അമ്മ അവളോട് പറഞ്ഞു. അയ്യോ, കൊക്കിന് വെച്ചത് കാക്കയ്ക്കായല്ലോ. ഞാൻ അതും മനസ്സിലാലോചിച്ച് അനിയത്തി ഒന്ന് നോക്കി. അവൾ എൻ്റെ കാലിൽ ഒറ്റ ചവിട്ട്. ആ ചവിട്ട് അവൾ പറയാതെ തന്നെ എനിക്ക് മനസ്സിലായി അതെന്തിനാണെന്ന്. അത് ഇവൾ വരേണ്ട ആവശ്യമില്ലമ്മേ, നമുക്ക് പോകാം. ഇവൾക്കറിയാവുന്നതല്ലേ. പിന്നെ എല്ലാവരും കൂടി പോയാൽ ആ പെണ്ണ് എന്ത് വിചാരിക്കും? നമുക്ക് പോകാം. ഇവളും ഞാനും പിന്നൊരു ദിവസം പൊക്കോളാം, ഞാൻ അമ്മയോട് പറഞ്ഞു. അല്ലടാ, എവിടെയാ പെണ്ണിൻ്റെ വീട്? ഏത് വീട്ടുകാരാ? അവർ നമുക്ക് ചേരുന്നവർ തന്നെയാണോ? അമ്മ ചോദിച്ചു. ആ, വീട് ഇവിടെ അടുത്ത് തന്നെയാ. വീട്ടുപേര് എനിക്കറിയില്ല, അത് ഞാൻ നാളെ ചോദിച്ചോളാം. അല്ല, നമ്മൾ ചെല്ലുന്ന കാര്യം ആ കുട്ടി വീട്ടിൽ പറഞ്ഞ് കാണുമോ? പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ അവരെന്ത് വിചാരിക്കും? അതിനമ്മേ, നമ്മളവളുടെ വീട്ടിലേക്കല്ല പോകുന്നത്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നാളെ അവളോട് പുറത്തെവിടെയെങ്കിലും വരാൻ പറയാം. അത് വേണോടാ? വീട്ടിലേക്ക് പോകുന്നതല്ല നല്ലത്, അമ്മ ചോദിച്ചു. അതിനമ്മയ്ക്ക് അവളെ ഇഷ്ടമായില്ലല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമായതിനു ശേഷം പോരെ വീട്ടിലേക്കെല്ലാം പോകുന്നത്? അതെന്താടാ, എനിക്കിഷ്ടമാകുമെന്ന് നിനക്കൊരു സംശയം? എനിക്കിഷ്ടമായില്ലെങ്കിൽ നീ അവളെ വേണ്ടെന്ന് വെക്കുമോ? അല്ല, അതല്ല. ഫസ്റ്റ് അമ്മയൊന്ന് കാണ്, എന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം, അനിയത്തി അമ്മയോട് പറഞ്ഞു. ആ, എന്നാൽ നമുക്ക് രാജേട്ടനെയും കൂട്ടിയാലോ? അമ്മ ചോദിച്ചു. ഒന്ന് പോക്കെ, അതൊന്നും വേണ്ട, നമുക്കങ്ങ് പോകാം, അത് മതി, ഞാൻ പറഞ്ഞു. അല്ലടാ,
എപ്പോഴാ പോവുക? അമ്മ ചോദിച്ചു. അത് ഞാൻ പറയാം, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അല്ല, നീയപ്പോൾ അവൾക്ക് വിളിക്കാറൊക്കെ ഉണ്ടോ? അമ്മ ചോദിച്ചു. ഏയ്, അങ്ങനെ കൂടുതൽ വിളിക്കാറൊന്നുമില്ല, ചിലപ്പോഴൊക്കെ വിളിക്കും, അത്രേ ഉള്ളൂ. ശരി, ഞാൻ വരാം. പിന്നെ നാളെ തന്നെ വേണം, ഇനി നീളണ്ട, അമ്മ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ കാര്യം സെറ്റായി. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. സമയം രാത്രി 9 കഴിഞ്ഞു. അമ്മ ടി വിയുടെ മുന്നിലുള്ളത് കൊണ്ട് എനിക്ക് അനിയത്തിയുടെ റൂമിലേക്കോ അവൾക്ക് എൻ്റെ റൂമിലേക്കോ വരാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ റൂമിലിരുന്ന് അവൾക്ക് വിളിച്ചു. ഡി, നീ ആ പെണ്ണിനെ വിളിച്ചോ? ഇല്ല ഏട്ടാ, ഞാൻ ഇപ്പോൾ വിളിക്കാം, ഞാനൊന്ന് ഫ്രഷായി വരട്ടെ. ആ, വേഗം വിളിക്ക്, ഇനി അവളെങ്ങനെ ഉറങ്ങിയാലോ? അവള് അത്ര പെട്ടെന്ന് ഉറങ്ങുന്ന സൈസൊന്നും അല്ല. അല്ല, ചേട്ടനിപ്പോൾ എന്നെക്കാളും ധൃതിയായല്ലോ. അതല്ലടി, ഇത്രയും കഷ്ടപ്പെട്ട് ഇനി ഐഫോൺ പോയാലോ എന്ന് ഓർത്തിട്ടാ ഞാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ട് വിളിക്കാം. അങ്ങനെ അവൾ കോൾ കട്ട് ചെയ്ത് പോയി. എൻ്റെ മനസ്സ് മുഴുവൻ ആ കാണാത്ത സുന്ദരിയായിരുന്നു. എന്തായാലും ഇനി മുതൽ അനിയത്തിയുടെ കൂടെ കൂടാം, അതാവുമ്പോൾ പൈസയ്ക്ക് പൈസയും പെണ്ണിന് പെണ്ണും കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അനിയത്തിയുടെ കോളിനായി ഞാൻ കാത്തിരുന്നു. അങ്ങനെ അധികം വൈകാതെ അവളുടെ കോൾ വന്നു. ഹലോ, എന്തായിടി, നീ വിളിച്ചോ? ഞാൻ ചോദിച്ചു. ആ, അതൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഏട്ടാ. എന്താടി, എന്താ പ്രശ്നം? അല്ല, എവിടേക്കാ ഇപ്പോൾ വരാൻ പറയാ? പാർക്കിലേക്ക് മതിയോ? പാർക്കിലോട്ടോ? അത് വേണോടി. എന്നാ ചേട്ടനൊരു സ്ഥലം പറ. അത് വല്ല കോഫി ഷോപ്പിലേക്കും പോരെ? ഞാൻ അവളോട് ചോദിച്ചു. എടാ മണ്ട, കോഫി ഷോപ്പിലാകുമ്പോൾ അമ്മ ഓരോന്ന് ചോദിച്ച് കുളമാക്കും. പുറത്താവുമ്പോൾ അധികം സംസാരിക്കണ്ടല്ലോ, നീ ഒന്ന് കാണിച്ചു കൊടുത്താൽ പോരെ? ആ, അത് ശരിയാ. എന്നാ ഏത് പാർക്കിലേക്കാ ഇപ്പോൾ വരാൻ പറയാ? മലമ്പുഴയിലേക്ക് തന്നെ മതി. അവിടെ ആകുമ്പോൾ നാളെ ഞായറാഴ്ചയല്ലേ, നല്ല ആളുണ്ടാകും. അവളെ കണ്ട അമ്മയെ അവിടേക്കൊന്ന് കറക്കി കാണിച്ച് വരുമ്പോഴേക്കും ഞാൻ വിളിച്ചോളാം. ശരി, എന്നാ നീ അവളെ വിളിച്ച് പറ അങ്ങോട്ടേക്ക് വരാൻ. അല്ല, ടൈം എപ്പോഴാണ് പറയുന്നത്? ഞാൻ ചോദിച്ചു. അത് 11 മണിക്ക് പറയാം, അപ്പോഴേക്ക് ഇക്ക അവിടെ എത്തത്തുള്ളൂ. നീയാ ഇക്കയെ വിളിച്ചോടി? ഇല്ല, ഇതൊരു തീരുമാനമായിട്ട് വിളിക്കാമെന്ന് കരുതി. എന്നാൽ ശരി, നീ വിളിച്ചിട്ട് വിളിക്ക്, ഞാൻ കാത്തിരിക്കാം. അങ്ങനെ അവളെയും ആ ഇക്കയും വിളിച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കി വീണ്ടും എന്നെ വിളിച്ചു. ഏട്ടാ, ഞാനെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, ചേട്ടൻ പോയി അമ്മയോട് സമയം പറ, അവൾ പറഞ്ഞു. അത് രാവിലെ പറഞ്ഞാൽ പോരെടി, ഞാൻ അവളോട് ചോദിച്ചു. വേണ്ട, രാവിലെ ചിലപ്പോൾ അമ്മയുടെ തീരുമാനം മാറും. ചേട്ടനറിയാലോ അമ്മയുടെ തിരക്ക്. ചേട്ടൻ ഇപ്പോൾ തന്നെ പോയി പറഞ്ഞിട്ട് വാ. അങ്ങനെ അവൾ പറഞ്ഞത് കേട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അല്ലടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ സത്യം പറയണം. അമ്മ എന്നോട് പറഞ്ഞു. എന്താ അമ്മേ, എന്താ പ്രശ്നം? അത് ഒന്നുമില്ല, ഞാൻ നേരത്തെ മീര അവിടെ ഉണ്ടായതുകൊണ്ട് ചോദിക്കാത്തതാ. നിങ്ങൾ തമ്മിൽ വല്ലതും നടന്നിട്ടുണ്ടോടാ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല അമ്മേ. അല്ല, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവുമെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. ഏയ്, ഞങ്ങൾ അത്രയ്ക്കൊന്നും ഇല്ലമ്മേ, അതിനൊക്കെ സമയമാട്ടെ, അപ്പം നോക്കാം. ആ, അതാണ് നല്ലത്. ഈ പ്രായത്തിൽ പലതും തോന്നും, ഒന്ന് അടക്കി പിടിക്കുന്നതാ നിനക്കും അവൾക്കും നല്ലത്. അങ്ങനെ അമ്മ പറഞ്ഞതൊക്കെ ഒരു കൊച്ചുകുട്ടിയെ പോലെ കേട്ട് ഞാൻ റൂമിലേക്ക് പോന്നു. ആ രാത്രി അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ ഒരു 10 മണിക്ക് തന്നെ ഞാനും അമ്മയും എല്ലാം സെറ്റായിരുന്നു. ഡാ, നീ അവളെ വിളിച്ചു നോക്ക്, അവൾ എത്തിയോന്ന്. എത്തിയാൽ നമുക്ക് പോകാമായിരുന്നു, അമ്മ പറഞ്ഞു. ഇല്ലമ്മേ, എത്തിയിട്ടുണ്ടാകില്ല. എത്തിയാൽ അവൾ ഇങ്ങോട്ട് വിളിക്കും, ഞാൻ അമ്മയോട് പറഞ്ഞു. ചേട്ടാ, ഇവിടേക്കൊന്ന് വന്നേ. അനിയത്തി എന്നെ അവളുടെ റൂമിലേക്ക് വിളിച്ചു. എന്താടി? ഞാൻ അകത്തേക്ക് ചെന്ന് അവളോട് ചോദിച്ചു. ചേട്ടാ, ചേട്ടൻ അമ്മയും കൊണ്ട് പോക്കോ, ഇക്ക ഇവിടെ എത്തിയിട്ടുണ്ട്, അവൾ പറഞ്ഞു. അതെങ്ങനെ? അവളവിടെ വന്നു. ഞങ്ങൾ അവിടെ പോയി ചുമ്മാ ഇരിക്കണ്ടേടി. അതുമല്ല, അമ്മ വല്ലതും ചോദിച്ചുകൊണ്ടിരിക്കും, ഞാൻ എന്ത് പറയാനാ? നീ അവിടെ നിൽക്ക്, ഞാൻ നമ്മൾക്ക് വിളിക്കട്ടെ, ഇറങ്ങിയോന്നറിയാലോ. അല്ലടി, ഞാൻ അവളെ കണ്ടിട്ടില്ലല്ലോ,
അമ്മയ്ക്ക് ഞാൻ ആരെ പിടിച്ച് കാണിച്ചു കൊടുക്കും? ആ, അത് ശരിയാണല്ലോ, ഞാനത് ഓർത്തില്ല. ഒരു മിനിറ്റ്, ഞാൻ അവളുടെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാ നോക്ക്, ഇവളാണ് ആള്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അനിയത്തി ചോദിച്ചു. ഞാൻ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി നോക്കി. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും